അല്ല, ആ തന്ത്രങ്ങളെല്ലാം നിങ്ങളടുത്ത് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല. എന്തായാലും വരുന്ന 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-നോടൊപ്പം പല കക്ഷികളും എത്തിച്ചേരും. ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അവർ വലിയ പ്രതിഷേധത്തിലാണ്. അപ്പൊ അവർ മുഖാന്തരം കേരള കോൺഗ്രസിലെ ഒരു വാതിൽ ഇല്ല, അങ്ങനെ വാതിൽ എങ്ങനെ തുറക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ UDF കൂടിയിരുന്ന് ആലോചിക്കും. മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ആ മുതിർന്ന നേതാക്കന്മാരെല്ലാവരുമായി ചർച്ച ചെയ്ത് അതിനുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങളെത്തും. ഈ കേരള കോൺഗ്രസ് മാണി ഈ UDF-ലേക്ക് വരുന്നതിന് അനഭിമതമായ കക്ഷിയേ അല്ല. വരുന്നതിന് തടസ്സമില്ലല്ലോ. തടസ്സമുണ്ടെന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല തടസ്സമുണ്ട് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നോടൊപ്പം പല കക്ഷികളും വരും. അത്രയും മാത്രം അറിഞ്ഞാൽ മതി. അത് ഏതൊക്കെ കക്ഷികളാണ് വരാൻ പോകുന്നതെന്ന് ഇപ്പം നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇന്നു മുതൽ അത് സംപ്രേഷണം ചെയ്യും. അത് എൻ്റെ ആവശ്യമില്ല. അത് വരുന്ന സമയത്ത് നിങ്ങളെ ഞാൻ അറിയിക്കും.